അരി കൊണ്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈയംസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു കുക്കറിലേക്ക് 1 കപ്പ് പച്ചരി ചേർത്ത് കൊടുക്കാം. നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ദോശയ്ക്കൊക്കെ ഇടുന്ന പച്ചരിയോ അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള അരിയാണെങ്കിലും കുഴപ്പമില്ല. 1 കപ്പ് അരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കളറിന് വേണ്ടി ചേർക്കുന്നത് ബീട്രൂട്ടാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ഒരു പകുതി എടുക്കുക. ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇതവിടെ ഞാൻ ബീട്രൂട്ടിൻ്റെ പീസുകളൊക്കെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കുരുമുളകാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കുരുമുളക്, അതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിൻ്റെ ഒരു പച്ച സ്മെല്ലുണ്ടെങ്കിൽ ഈ കുരുമുളക് കൂടി ചേർക്കുമ്പോൾ ആ ഒരു സ്മെല്ല് കൂടി നമുക്കിതിൽ നിന്ന് ഇല്ലാതായി കിട്ടും. ഇനി നമുക്കിതിന് നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കണേ. പച്ചരി ഇവിടെ 2-3 വട്ടം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ബീട്രൂട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഈ ബീട്രൂട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വീണ്ടും 1 കപ്പ് കൂടെ നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി 3 കപ്പ് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. മൊത്തത്തിൽ 4 കപ്പ് വെള്ളം ചേർക്കുക. 1 കപ്പ് ബീട്രൂട്ട് അരയ്ക്കാനും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. 1 വർഷം വരെ കേടുകൂടാതെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന സ്നാക്ക് കൂടിയാണിത്. വെയിൽ കാലമൊക്കെ ഉള്ള സമയങ്ങളിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി കുക്കറിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്ത ശേഷം നമുക്ക് നോക്കാം. 2 വിസിലിന് ശേഷം അതിൻ്റെ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള അരിയും ബീട്രൂട്ടും എല്ലാം നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് വേവണം. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജീരകം, നല്ല ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലൊരു തവിയോ അല്ലെങ്കിൽ ഇതുപോലത്തുള്ള ഒരു മത്തോ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ചൂടോടുകൂടെ തന്നെ ഇതിനുപോലെ നമുക്ക് ഉടച്ചെടുക്കണം. അപ്പോഴാണ് നമുക്കതിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇനി നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ അരിയൊക്കെ നല്ല പായസം പോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ട് ഞാനിതിൽ ഒരല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളു ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ കേക്കിലൊക്കെ ചേർത്തിട്ടുള്ള ലിക്വിഡ് ഫുഡ് കളറാണ് കേട്ടോ ഞാനിതിൽ ഒരു തുള്ളി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു സേവനാഴിയിലിട്ടിട്ട് ഇതിനെയൊക്കെ പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഒരു ഷീറ്റ് വിരിച്ച ശേഷം നമുക്കിതിനെ പിഴിഞ്ഞ് കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലുള്ളൊരു ഷീറ്റോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണിയായാലും മതി. എന്നിട്ട് സ്റ്റാറിൻ്റെ അച്ചുള്ള അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ അങ്ങ് പിഴിഞ്ഞ് കൊടുക്കാം. അങ്ങനെ ഇവിടെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഷീറ്റിൽ ഫുള്ളായിട്ട് തന്നെ ഇതുപോലെ പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് നല്ല വെയിലത്ത് വെച്ചിട്ട് 2 ദിവസം ഉണങ്ങണം കേട്ടോ. നല്ല വെയിലുള്ള കാരണം ഒറ്റ ദിവസത്തിൽ തന്നെ അത് മുഴുവനായിട്ട് ഉണങ്ങി കിട്ടും. വീണ്ടും 1 ദിവസം കൂടി ഇതിനെ നമുക്ക് ഉണക്കിയെടുക്കാം. 1 ദിവസം ഫുള്ളായിട്ട് വെയിൽ കൊണ്ട ശേഷം നമുക്ക് ഈ ഒരു വറ്റലിനെ നമുക്ക് ഈ ഷീറ്റിൽ നിന്ന് അടർത്തിയെടുക്കാം. ഇതുപോലുള്ള ഷീറ്റിൽ വിരിച്ച കാരണം നമുക്കതിനെ പെട്ടെന്ന് തന്നെ അടർത്തിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കോട്ടൻ്റെ തുണിയിലാണ് ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നതെങ്കിൽ ഒന്ന് അതിൻ്റെ പുറകു വശത്തിലൊന്ന് വെള്ളം തളിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ അടർത്തി കിട്ടും. ഇത് 3/4 ഭാഗവും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി 1 ദിവസം കൂടി ഇതിനെ നമുക്ക് നല്ലൊരു വെയിലത്ത് തന്നെ ഉണക്കിയെടുക്കാം. ഇനി അതേപോലെ തന്നെ മറ്റൊരു മെത്തേഡിൽ കൂടെ ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നുണ്ട്. നമ്മളുടെ പാലക്ക ചീരയില്ലേ, അതിന് ഫ്രഷ് ആയിട്ടുള്ള ചീര അതുപോലെ നമുക്കങ്ങ് വാങ്ങിച്ചെടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു മായവും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈയംസ് ആണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കതിലേക്ക് 1/2 കപ്പ് പുതിനേൻ്റെ ഇല അതും കൂടി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ എരിവിന് ആവശ്യത്തിൽ ഞാൻ ചേർക്കുന്നത് പച്ചമുളകാണ് കേട്ടോ. ഒരു 4-5 പച്ചമുളകോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പച്ചമുളകോ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിലുള്ളത് ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഈ ഒരു ചീരനെ കൂടെ നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം.
250 ml അളവുള്ള ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പച്ചരി നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് കൊണ്ടുവരാം. ഇനിയിപ്പോൾ 5 ലിറ്ററിൻ്റെ കുക്കറിലാണ് നിങ്ങൾ തയ്യാറാക്കുന്നതെങ്കിൽ 2-3 കപ്പ് പച്ചരി കൂടി നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇതാ നമ്മൾ അരച്ചെടുത്ത ചീര പേസ്റ്റ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി സെയിം അതേപോലെ തന്നെ 4 ഗ്ലാസ് വെള്ളം കൂടി നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ 4 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള 1 ടേബിൾ സ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കായത്തിൻ്റെ സ്മെല്ല് ഇഷ്ടമാണെങ്കിൽ അതും ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പ് കൊണ്ട് മൂടിയ ശേഷം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 2 വിസിൽ വന്നതും പെട്ടെന്ന് തന്നെ ഓഫാക്കിയിടുക. പിന്നെ അതിൻ്റെ സ്റ്റീം പോയ ശേഷം വേണം നമുക്ക് തുറന്ന് നോക്കാനായിട്ട്. അങ്ങനെ ഇതാ സ്റ്റീമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. അങ്ങനെ ഈ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുക. ജീരകം ഇങ്ങനെ പച്ചയ്ക്ക് ചേർക്കുമ്പോൾ ഇതിന് നമുക്ക് വറുത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയുള്ളൂ. എന്തായാലും ഈ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നന്നായിട്ടൊന്ന് മത്ത ഉപയോഗിച്ചിട്ട് നല്ല പായസം പോലെ ഒന്ന് ഉടച്ചെടുക്കാം. നാട്ടും പുറങ്ങളിലൊക്കെ ഇത് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അരിയെല്ലാം പൊടിച്ച് പിന്നെ അതിനെ നമ്മൾ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് അതിനെ നന്നായിട്ടൊന്ന് കൂള് പോലെ കുറുക്കിയൊക്കെ എടുത്തിട്ട് അത് സംഭവം വളരെ പണിയുള്ളതാണ്. ഇത് വളരെ ഈസി അല്ലേ. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കുന്നതായിരിക്കും. ഇനി ഇതാ നമുക്ക് സ്റ്റാറിൻ്റെ ഒരു അച്ചിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതേ സെയിം ഷീറ്റിൽ തന്നെ ഇതുപോലെ അങ്ങ് പിഴിഞ്ഞ് കൊടുക്കാം. പിന്നെ 2 ദിവസം നമുക്ക് നല്ല വെയിലത്ത് ഉണക്കിയെടുക്കാം. ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രൈയംസ് നമുക്ക് ഇതുപോലെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുട്ടികൾക്ക് മായമൊന്നും ചേർക്കാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഇതാ സംഭവം നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിന് സ്റ്റോർ ചെയ്ത് വെക്കാം. ബീട്രൂട്ട് ചേർത്തിട്ടുള്ള അരി വറ്റലിവിടെ ഇതാ തയ്യാറായിട്ടുണ്ട്. നല്ലപോലെ തന്നെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് എയർ കിടക്കാത്ത ഒരു ബോക്സുകളിലാക്കിയിട്ട് ഇതുപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ 1 വർഷം വരെ ഇത് നല്ല ഫ്രഷായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഇതാ നമ്മൾ ചീരയൊക്കെ ചേർത്ത് തയ്യാറാക്കിയിട്ടുള്ള ഫ്രൈയംസ് അത് നല്ലപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ചീരയൊക്കെ ചേർത്തിട്ട് അത് ഉണങ്ങി വരുമ്പോൾ കുറച്ച് ഇതുപോലുള്ള കളറൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷേ വറുത്തെടുക്കുമ്പോൾ നല്ല ഫ്ലേവർ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ഈ ഫ്രൈയംസുകൾ ഇട്ടിട്ട് വറുത്തെടുക്കാം. കറുമുറ കഴിക്കാനിതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള അരി വറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വറ്റലെന്നോ അല്ലെങ്കിൽ കൊണ്ടാട്ടമെന്നോ അല്ലെങ്കിൽ ഫ്രൈയംസ് എന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ വിളിക്കാം. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നല്ല ക്രിസ്പിയുമാണ്. ഇനി ഇത് ചീര കൊണ്ടുള്ള അരി വറ്റൽ. ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമല്ലേ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.